ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ഫ്രോക്കായിട്ടാണ്. ഇതുപോലത്തെ ഒരു പ്ലെയിൻ ഫാബ്രിക് തുണിയിൽ നമുക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ ഹൈനെക്ക് കോളറിലുള്ള ഒരു ഫ്രോക്ക് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ തുണിയാണ്. എൻ്റെ ഏജ് വരുന്നത് 6 to 7 ഇയേഴ്സ് വരെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തുണീനെ രണ്ടായിക്ക് മടക്കിയിട്ടുണ്ട്. മടക്കിയ ശേഷം എൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചും എനിക്ക് വേണ്ട ലെങ്ത്ത് 11 ഇഞ്ചാണ് ബോഡി സ്പാണ്ട് ലെങ്ത്ത് വരുന്നത്. പ്ലസ് 1 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ഒന്ന് ബാക്കും. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ ഇതുപോലെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീക്കിയിട്ട് വേണം ഫ്രണ്ട് ഭാഗം വയ്ക്കേണ്ടത്, കാരണം നമ്മളവിടെ സിബ് വയ്ക്കണതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രണ്ട് ഭാഗം വയ്ക്കേണ്ടത് ബാക്ക് ബോഡി പാർട്ടിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് വയ്ക്കാം. ഇനി ആം ഹോൾ വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈക്കുഴി ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇനി ഇവിടുത്തെ നെക്കിൻ്റെ വീതി ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്, അത് ഞാൻ 2.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾ അത്ര കൊടുക്കണമെന്നില്ല, 2 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുത്താൽ മതി. കാരണം നമ്മൾ കോളറാണല്ലോ കൊടുക്കണം, അപ്പോൾ അധികം ഇറക്കി നെക്ക് കട്ട് ചെയ്യരുത്. ഇനി ഇവിടുന്ന് ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണ് വരണത് അത് മാർക്ക് ചെയ്യാം. ഇവിടെ 25 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ 4 എടുക്കാം. അപ്പോൾ 6.5 ഇഞ്ച് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ലെങ്ത്ത് 11 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് ബോഡി സ്പാട്ട്, പ്ലസ് 1 ഇഞ്ച് കൈത്തുമ്പ് കൊടുക്കാം. ഇനി ഇവിടുത്തെ വണ്ണം 1/2 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അത് വേസ്റ്റ് റൗണ്ടാണ് അവിടെ വരണത്. ഇപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് കഴുത്തുമ്പ് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കോളറിനൊക്കെ ആയതുകൊണ്ട് നമ്മളിത് എന്തായാലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കോളർ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി പോകാൻ ചാൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നെക്ക് ഒരു 1/2 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. നമ്മൾ ഹൈനെക്ക് കോളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം ഇറക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറിയൊരു യു ഷേപ്പിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഫ്രണ്ട് നെക്കും ഇതുപോലെ 2.5 ഇഞ്ച് കൊടുക്കണമെന്നില്ല, 2 ഇഞ്ച് കൊടുത്താലും മതി. അപ്പോഴാണ് ആ കോളറിനേക്ക് കാണാൻ ഭംഗി വരുന്നത്. ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ് ഞാൻ കട്ട് ചെയ്യണത്. ബാക്ക് വശത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ 1/2 ഇഞ്ചിനേക്കാളും കൂടുതൽ നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും ലൈനിങ് ഇതുപോലെ അതിൻ്റെ റോങ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ ഫ്രോക്ക് ചെയ്യണ പോലെ നെക്കും സ്ലീവും തയ്ച്ച് മറിച്ചിടാൻ പറ്റില്ല, അത് ഹൈ നെക്ക് കോളർ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ പൈപ്പിംഗ് ആണ് സ്ലീവിൽ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ നെക്കിൻ്റെ ഭാഗം അതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷോൾഡർ 2 സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി ബാക്ക് സൈഡിൽ ഇതുപോലെ അതിന് നടുക്ക് ഇതുപോലെ താഴേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിബ് വയ്ക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഫുള്ളും വെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ സിബിൻ്റെ ലെങ്ത് ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം എവിടെയാണ് വരണേന്ന് വെച്ചാൽ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ 2 ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഈ രണ്ടിൻ്റെയും, അതായത് ബാക്ക് സൈഡിന് 2 ഭാഗം തന്നെയാണിത്, നല്ല വശം ചേർത്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ അത് അടിച്ചു പോവാം. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സിബ് വയ്ക്കാൻ എളുപ്പം ഉണ്ടാവും.
കൊണ്ട് നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റം വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ സിബ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം അതുപോലെ ഒന്ന് തുറന്ന് വയ്ക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് ഈ സിബിൻ്റെ റോങ് സൈഡ്, നല്ല വശം, സിബിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് പോവാണ്, രണ്ട് സൈഡും. ഇവിടെ സിബ് തയ്ക്കാൻ ഞാൻ സിബ ഫ്രൂട്ടാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഈ തുണീൻ്റെ എൻഡ് ഭാഗം കുറച്ച് നൂല് ഇതുപോലെ വരും. അപ്പോൾ നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് സിക്സാഗ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ സിബിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടിച്ചാലും മതിയാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്താണ് ഞാൻ സിക്സാഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തുണീനെ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ഷോൾഡർ ഈ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വീതി വരണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ അവിടെ നമുക്കൊന്ന് മടക്കി തയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 7 ഇഞ്ചെന്ന് പറയുമ്പോൾ 14 ഇഞ്ച് പ്ലസ് ഞാൻ ഇച്ചിരി കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുന്നില്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് തയ്ക്കണവരാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണമായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ 15 ഇഞ്ചിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. വീതി വരുന്നത് ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ഒരു 1.5 ഇഞ്ചിലേക്ക് ഈ കോളറിൻ്റെ വീതി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം. ഇതുപോലെ മടക്കി രണ്ടറ്റവും ഇതുപോലെ മടക്കി തയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എൻ്റെ ആ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു അറ്റത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നിങ്ങൾ അടിച്ചു പോകണം. കാരണം നമ്മൾ ആ ഒരു 1/2 ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് തയ്ക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടാൽ മതിയോ. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് എടുത്തത് പ്ലസ് 1 ഇഞ്ച്, അപ്പോൾ 15 ഇഞ്ച് ടോട്ടൽ നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം. പിന്നെ നെക്കിൻ്റെ ഇതുപോലെ ഈ തുണീനെ ഇതുപോലെ, അതായത് റോങ് സൈഡിൽ വേണം കോളറിൽ തുണി വയ്ക്കേണ്ടത്. ഇത് തുണീൻ്റെ മുകളിൽ കൂടെ നല്ല വശത്ത് കൂടെ നമ്മൾ അടിച്ചു പോവാം. കണ്ടപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, നമ്മൾ മടങ്ങിയ ഭാഗമാണ്, അത് ഇതുപോലെ നീറ്റായിട്ട് മടക്കിയെടുക്കുക. അതിൻ്റെ എൻഡ് ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ രണ്ട് സൈഡും മടക്കി നമ്മൾ തയ്ച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കാണാത്ത രീതിയിൽ ഈ തുണീനൊന്ന് കവർ ചെയ്യുക കോളറിന്. ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടു, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹൈ നെക്ക് കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഞാനിതിപ്പോൾ കോളർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെയായിട്ടൊരു ബാൻഡ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചും നീളം എടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ നീളം തന്നെ എടുക്കാം. ഇതുപോലെ മടക്കി നമ്മൾ ആ അറ്റഭാഗത്ത് ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലൊരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് സ്ലീവിന് ഇതുപോലെ മടക്കി നമ്മൾ സാധാരണ പൈപ്പിംഗ് വെച്ച് കൊടുക്കുമല്ലോ അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഭാഗം നമ്മൾ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത്തിരി ഓപ്പണിംഗ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ ബാക്കിൽ കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് താഴേക്കുള്ള സ്കേർട്ട് പോർഷനാണ്. അപ്പോൾ ഇവിടെ നീളം വരുന്നത് 19 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1/2 ഇഞ്ച് ബോഡി സ്പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനും ബാക്കി ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക, താഴെ മടക്കി തയ്ക്കണം. അപ്പോൾ 21 ഇഞ്ചിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പീസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ 2 പീസും ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചുരുക്കിട്ട് ഇടാനുള്ള തുണി കിട്ടുള്ളൂ. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. നമുക്കൊന്നുകൂടി 21 ഇഞ്ചുണ്ട്. അതായത് ബോഡി പാർട്ട് 11 ഇഞ്ചും സ്കേർട്ട് പോർഷൻ 19 ഇഞ്ചും. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 30 ഇഞ്ച് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ സ്കേർട്ടിനുള്ള തുണി എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 30 ഇഞ്ചിൽ നിന്ന് ബോഡി പാർട്ട് 11 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 19 ഇഞ്ച് കിട്ടും. ഇനി ഇവിടെ ചെറിയ ചുരുക്ക് ഞാൻ സ്കേർട്ടിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കറക്റ്റായിട്ട് ഇതുപോലെ ചുരുക്ക് വെച്ച് കൊടുക്കുക. ബോഡി പാർട്ടിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ സ്കേർട്ട് പോർഷൻ വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് നോക്കാം എത്ര വീതി ഉണ്ടെന്ന്. തയ്യൽ തുമ്പ് അടക്കം നമ്മൾ നോക്കാം. കാരണം നമ്മൾ ആ ഒരു സൈഡ് ഓപ്പണിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ അത് അടക്കം നോക്കണം നിങ്ങൾ. ഇവിടെ നമുക്ക് കറക്റ്റ് 11 ഇഞ്ച് ബോഡി പാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പണിംഗ് ചെയ്തിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പോർഷൻ്റെ നല്ല വശവും അതുപോലെ വെച്ചിട്ട് നമുക്കത് ഫുള്ളും തയ്ച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ തയ്ക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ചുറ്റും തയ്ച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി പാർട്ട് 2 സൈഡും തയ്ച്ചിട്ട് ആ ഒരു ചുറ്റളവിൽ ഈ സ്കേർട്ട് പോർഷനും തയ്ച്ചെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് അളവിൽ വന്നില്ലെങ്കിൽ കുറച്ച് ചുരുക്കം എക്സ്ട്രാ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൽ തന്നെ ചുരുക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുരുക്കിട്ട ഭാഗം ഇതുപോലെയാണ് വരണത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിനി ലൈനിങ് കൂടി വെക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈനിങ് തുണി ഇതുപോലെ 2 പീസാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ പീസാകാൻ വേണ്ടി അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഓപ്പണിംഗ് സൈഡിൻ്റെ ഈ ഭാഗത്ത്, അതായത് ബോഡി പാർട്ടിൻ്റെ റോങ് സൈഡിൽ ഇതുപോലെ നിങ്ങൾ ലൈനിങ് വെക്കണം. എന്നിട്ട് ചെറിയ ഫ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ആ അടിച്ച ഭാഗം കാണില്ല കണ്ടോ. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ലൈനിങ് ഈ ഒരു ഫ്ലീറ്റ്സിൻ്റെ അരികത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് തിരിച്ചിടുമ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്ത് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണില്ല. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഭാഗം ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ അളവെടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടാനുള്ള ടൈ ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ ലൈനിങ് അടക്കമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകണം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അടിക്കാം.
അതിനുശേഷം താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കുകയാണ്. അതുപോലെ ലൈനിങ് പീസും മടക്കി തയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റത്ത് നിങ്ങൾക്ക് സിക്സാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരണത്. അപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാൻഡിൻ്റെ അവിടെ ബീഡ്സും ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു പുതിയൊരു മോഡല് ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.